ഷീബാസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്ത് മണിപ്പുഴ സിഗ്നലിനടുത്തുള്ള അൻസാരി കിച്ചണിലാണ്. വളരെ ടേസ്റ്റിയും വളരെ വെറൈറ്റിയുമായുള്ള ഒരുപാട് ഫുഡൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് തീർച്ചയായിട്ടും അതെല്ലാം ഇവിടുത്തെ കിച്ചണിൽ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഞാനിവിടെ മൂലടുത്ത് തന്നെയാണ് വീട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ടൈമിലൊക്കെ തട്ടുകട ബേസ് നമുക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ പണ്ട് തൊട്ടേ അൻസാരി കിച്ചൺസിൽ വരാറുണ്ട്. എല്ലാ സാധനം തന്നെ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് അൻസാരി കിച്ചണിൽ നിന്നാണ്. എൻ്റെ പേര് എം കുമാർ. ടൈമിംഗ് വരുന്നത് 6 മണി മുതൽ വൈകിട്ട് 1:30 വരെ. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് പൊറോട്ട, പാലപ്പം, ചപ്പാത്തി, ദോശ, ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ നൂഡിൽസ്, കൊത്തു പൊറോട്ട, കപ്പ ബിരിയാണി, ബാർബിക്യൂ ചിക്കൻ. കറി ഐറ്റംസായിട്ട് വരുന്നത് ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ചിക്കൻ ഫ്രൈ, ബാർബിക്യൂ, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് കറി, പോട്ടി, ലിവർ, ചിക്കൻ 65, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ മപ്പാസ്, ചിക്കൻ
ഞങ്ങളിവിടെ സ്ഥിരം വന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. നല്ല ഭക്ഷണമാണ്. നമുക്ക് സാധാരണക്കാർക്ക് വന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കടയാണ് അൻസാരിയുടേത്. കഴിക്കാറുള്ളതാണ് ഫ്രീ ടൈമിലൊക്കെ. ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നത്. ഫ്രീ ടൈമിലൊക്കെ ഞങ്ങൾ സ്ഥിരം വരാറുള്ള ഒരു കടയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും രുചികരമായ ഫുഡ് ബാർബിക്യൂ ആണ്. നൂൽ പൊറോട്ടയും ബാർബിക്യൂ. നെയ്ച്ചോറും ബീഫും എടുത്തല്ലോ. ആ ഒരെണ്ണം, ഒരു നെയ്ച്ചോറും ഒരു ബീഫും എടുത്ത് വെച്ചേക്കും. പൊറോട്ട വേണോ? ആ ഒരു നെയ്ച്ചോറും ഒരു ബീഫും കൂടെ പാർസലുണ്ട്. ചിക്കൻ്റെ ആണോ അതോ ബീഫ്? മപ്പാസ് ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്. ആ പൊറോട്ട പറഞ്ഞിട്ടുണ്ടോ? 10 പൊറോട്ടയും ചിക്കൻ റോസ്റ്റും അല്ലേ? ഒരു ബീഫ് ചിക്കനും കൂടെ വേണോ വേറെ? അതോ നെയ്ച്ചോറ് മാത്രം മതിയോ? ആ ഒരു നെയ്ച്ചോറ് ഒരു ബീഫും കൂടെ അല്ലേ? മനസ്സിലാനും ആ ഹാഫ് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടോ? ഒന്ന് എടുത്തരാമോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.